ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോ ഘട്ടങ്ങളും നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളാണ് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്, അതായത് നമ്മുടെ മെയിൻ ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, അതും ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയുടെ നോക്കുന്നത്. ഫേസ്ബുക്കിൻ്റെ പുതിയ അപ്ഡേഷൻ പ്രകാരം നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് നല്ലൊരു വരുമാനം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പേരിലുള്ള പഴയ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്കും എല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരം പഴയ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾക്ക് വേണ്ടി നമ്മൾ സമയം വെറുതെ കളയാണ്ട് ആ അക്കൗണ്ടുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് നല്ലത്. ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ പോളിസിക്ക് വിരുദ്ധമായിട്ട് ഏതെങ്കിലും കണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ലഭിക്കുന്നതിനായിട്ട് ഒരുപാട് താമസം പിടിക്കുന്നതാണ്. അതിനേക്കാൾ ഭേദം നമ്മളൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഫേസ്ബുക്കിൽ നമ്മളിടുന്ന ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും മാത്രമല്ല, നമ്മൾ എഴുതിയിടുന്ന ഓരോ കണ്ടന്റിനും നമുക്ക് വരുമാനം ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പഴയ ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതെൻ്റെ പഴയൊരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. ഇതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റു എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായി വരുന്നതിന് നമ്മൾ ഒരുപാട് നാൾ നോക്കിയിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഈ വീഡിയോയിലൂടെ ഈ അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകുന്നതാണ്. നമ്മുടെ ഫോൺ നമ്പർ ഓർത്തിരിക്കുക, പാസ്വേഡ് ഓർത്തിരിക്കുക, ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാവുന്നതാണ്. അതിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ഈ ഒരു വിൻഡോയിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് അല്പം സ്ക്രോൾ ചെയ്യേണ്ടതാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന അടുത്ത വിൻഡോയിൽ ഏറ്റവും മുകളിലായിട്ട് രണ്ടാമത് സെറ്റിംഗ്സ് എന്നുള്ള അടുത്തൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മൾ അക്കൗണ്ട് സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ആദ്യമേ കാണുന്ന ഈ അക്കൗണ്ട് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വിൻഡോയിലേക്ക് നമ്മൾ പോകുന്നതാണ്. ആ ഒരു വിൻഡോയിൽ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു പുതിയൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ആ ഒരു ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിനുള്ള നമുക്കൊരു വിൻഡോ ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഐഡൻറ്റിറ്റി കൺഫർമേഷൻ, അതുകൂടാണ്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്കിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് വായിച്ച് നോക്കിയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. മാനേജ് യുവർ ഡേറ്റ, മോഡിഫൈ യുവർ ലെഗസി, കോൺടാക്റ്റ്, ഡീആക്ടിവേറ്റ്, ഡിലീറ്റ് ഓർ റീആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് ആൻഡ് പ്രൊഫൈൽസ് എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വിൻഡോയിലേക്ക് പോകാവുന്നതാണ്. അടുത്ത വിൻഡോയിൽ നമുക്ക് അടുത്ത കുറച്ച് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതോടുകൂടി അടുത്ത വിൻഡോയിൽ ഏറ്റവും മുകളിലായിട്ട് ഹെഡ്ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത് അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയാണ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് പ്രധാനമായിട്ടും 3 ഓപ്ഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് മെമ്മറൈസേഷൻ, രണ്ടാമത്തത് ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ, മൂന്നാമത്തത് റീആക്ടിവേഷൻ എന്നിങ്ങനെ 3 ഓപ്ഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷനായ മെമ്മറൈസേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് നമ്മുടെ കാലശേഷം നമ്മുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻ വേറെയുണ്ട്, അതിനെക്കുറിച്ച് വീഡിയോ വേറെ ചെയ്യാം. ഇനി രണ്ടാമത്തെ ഓപ്ഷനായ ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് താൽക്കാലികമായിട്ട് എങ്ങനെ നിർത്താം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. മൂന്നാമതായി കാണുന്ന റീആക്ടിവേഷൻ എന്നുള്ള ഓപ്ഷൻ ഡീആക്ടിവേറ്റ് ചെയ്ത നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ റീആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു ഓപ്ഷനാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇവിടെ നമ്മുടെ ആവശ്യം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനായ ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്.
ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. നമുക്കിവിടെ ആദ്യം തന്നെ ഈ വിൻഡോയിൽ ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ എന്നുള്ള ഒരു ഹെഡ്ലൈനോട് കൂടി ഒരു വിൻഡോ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ നമുക്ക് പ്രധാനമായിട്ട് 2 ഓപ്ഷനുകളാണ് ഉള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒന്നുകിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് താൽക്കാലികമായിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നീ 2 ഓപ്ഷനുകളാണ് ഉള്ളത്. നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ളതായതുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്കതിന് കാരണമൊക്കെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് നടക്കില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് താഴെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് അല്പം സ്ക്രോൾ ചെയ്യുക താഴോട്ട്. വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കണ്ടിന്യൂ എന്നുള്ള അടുത്ത ഓപ്ഷനും നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുമ്പം ഇതൊക്കെ വായിച്ചതിന് ശേഷം സാവകാശം ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ധൃതി പിടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ അക്കൗണ്ട് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഇവിടെ പാസ്വേഡ് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതോടുകൂടി നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ആകുന്നതാണ്. ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ആയതിനു ശേഷം വരുന്ന അടുത്ത മെസ്സേജ് എന്താണെന്നുള്ളത്, അടുത്ത വിൻഡോ എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്വേഡ് നമ്മൾ കൊടുത്ത് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ആവുകയുള്ളൂ. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ഡിലീഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ മെയിൻ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ഡിലീഷനാണ് നമ്മൾക്കിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞാലേ പൂർണ്ണമായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയുള്ളൂ. 30 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് തിരിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു അക്കൗണ്ട് നമുക്ക് തിരിച്ചെടുക്കണമെന്ന് ഇടയ്ക്ക് ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് 30 ദിവസത്തിനുള്ളിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കാതെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ്. 30 ദിവസത്തെ കാലാവധി മാത്രം. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പം അതൊക്കെ വായിച്ച് സാവകാശം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.